PM ശ്രീ വിവാദം എന്നൊക്കെ പറഞ്ഞാൽ ഈ പത്രം മാധ്യമങ്ങളെല്ലാം ഉണ്ടാക്കിയ വിവാദമല്ലേ. ഞങ്ങൾ LDF-നകത്ത് ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ കാര്യം പറയും, ഞങ്ങൾ ആ കാര്യം മാനേജ് ചെയ്ത് പോകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരതിൻ്റെ പേരിൽ ഇങ്ങനെ ഈ വലിയ കലത്തിൽ വെള്ളം തിളപ്പിച്ച് ഇവിടെ LDF-നകത്ത് എന്തോ കുഴപ്പമുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവിടെ അരി വെക്കാൻ വേണ്ടി വെള്ളം തിളപ്പിച്ചിട്ടേക്കും, എന്നിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന അരി കൊണ്ടുപോയി ചെയ്യാനായിരിക്കുന്നത്. അതൊന്നും നടക്കത്തില്ല എന്നുള്ളത് മനസ്സിലായല്ലോ. അതൊക്കെ സാധാരണഗതി ചർച്ച ചെയ്യുന്നതും ഇത്തരം മുന്നണിയാകുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായം വരും, ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും തീരും. അതിനകത്തൊന്നും അവർ പറയണ്ട. PM-ശ്രീ വിവാദം വന്നു എന്നുള്ളത് കൊണ്ട് ഉടനെ പ്രഖ്യാപിച്ചാണോ ഇത് വെറുതെ പ്രഖ്യാപിക്കാൻ പറ്റുമോ? ഇത്രയും കോടി രൂപ ചിലവുള്ളൊരു കാര്യം എത്ര നാൾ അതിൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടായിരിക്കും, അതെങ്ങനെയാണത് മറികടക്കാമെന്ന് കണക്കാക്കിയിട്ടായിരിക്കും, എത്ര ലക്ഷം ആളുകളെ ബാധിക്കുന്ന കാര്യമാണ്. 1 കോടി ആളുകൾക്ക് ഏകദേശം ബെനിഫിറ്റ് കിട്ടുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് മുട്ട വെച്ചെഴുതിയിട്ടാണോ? ധനകാര്യ വകുപ്പ് ഈ കാര്യത്തിനകത്ത് നോക്കുകയും കണക്കുകൾ പറയുകയും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും ഞങ്ങളെല്ലാം ഞങ്ങളുടെ വകുപ്പിൻ്റെയൊക്കെ പല കണക്കുകളും നടത്തിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് കൃത്യമായ പദ്ധതിയോടുകൂടി തന്നെയാണ്. പിന്നെ ധനകാര്യ വകുപ്പ് വലിയ ബഹളമൊന്നും പുറത്തുണ്ടാക്കി ഓരോ സമയത്തും ഓരോ പ്രഖ്യാപനം നടത്തുന്ന സ്വഭാവം ഞങ്ങളിപ്പോൾ സ്വീകരിച്ചിട്ടില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. അത് ചെയ്യുക എന്നുള്ളതാണ് LDF സർക്കാരിൻ്റെ മുഖമുദ്ര. അത് വെറൊരു പ്രഖ്യാപനത്തിനോ പ്രചരണത്തിനോ വേണ്ടി മാത്രമല്ല, ആവശ്യമായ കാര്യങ്ങൾ ചെയ്ത്, അല്ലാതെ ഒരു രാഷ്ട്രീയമായിട്ടൊരു പ്രശ്നം വന്നപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം പ്രഖ്യാപിക്കുന്നതല്ല. ഇത് നടത്താൻ വേണ്ടിയിട്ടാണ്, നടക്കുമെന്ന് ജനങ്ങൾക്ക് വിശ്വാസമുള്ളതുമാണ്.